മില്ലിലെ വാലിന്റെ കുത്ത് അത്ര പോരാ. എന്താ വെച്ചാല് മില്ലിലെ വാലിന്റെ അവിടെ പോയി കഴിഞ്ഞാല് ഞാൻ തന്നെ അയക്കുകയും വേണം, ഞാൻ തന്നെ ഇട്ടും കൊടുക്കണം. അയാൾ കുത്താനേ നിൽക്കൂല. പക്ഷെ പ്രഭാറിന്റെ എടുക്കുകയാണെങ്കിൽ ചൊറിയില്ല, അയാളിനെ അയക്കുകയും ചെയ്യും, അയാളിനെ ഇടുകയും ചെയ്യും, കുത്തിയിട്ടും തരും. അയാളെ കുത്ത് എന്ന് പറഞ്ഞാൽ കുത്തന്നെയാണ്. കാണുന്ന പോലെ ഒന്നല്ല, നല്ല വിഷനാണ്. എത്ര വയസ്സായാലും ഹൈ പവറാണ്. പിന്നെ നിങ്ങളോട് നിങ്ങളുടെ കുത്താണ്ടി പോയി അന്നാ ഒലക്കിട്ട് എനിക്കൊന്ന് കുത്തിത്തരാ. ആയിക്കോട്ടെ. ഏതമ്പായി നിന്റെ ഒരുപാട് നീ കുട്ടിയെ ഇതെങ്കിൽ ഇപ്പൊ ഒരു ആവേശത്തിന് കുട്ടി കൊടുത്തു. ഇവിടെ പോയിട്ട് മറ്റോളോട് പറയും വീരാഴ്ച നാരായണികളൊക്കെ വീട്ടിന് മുമ്പിൽ ആവും. പിന്നെ ധർമ്മപ്രകാരം വെറുതെ നടക്കേണ്ടി വരും. ഇല്ലേ? ഇപ്പൊ നിങ്ങൾ ആവേശത്തിന് കുട്ടി കൊടുത്താൽ നടക്കൂല. അത് മാത്രമല്ല, ഇത് കണ്ടു വെച്ചിട്ട് നമ്മളെ മണ്ണൊക്കെ വിജയൻ അപ്പുറം തുടങ്ങിയിട്ടുണ്ട്. മണ്ണൊക്കെ വിജയം പ്രശ്നമാക്കണ്ട. ഭാസ്കരൻ കൊടുക്കാൻ നല്ലതായതുകൊണ്ട് എല്ലാരും കുത്തി കൊടുക്കാനാ ഭാസ്കരൻ പറയുന്നത്. കാര്യമെല്ലാം പോലെയല്ല, പഴയ മിലിറ്ററിക്കാരനാണ്. പഴയ മിലിറ്ററിക്കാരൊന്നും കാര്യമില്ലല്ല. പണ്ടത്തെ ആവേശം കാണൂലല്ലേ ഇപ്പൊ? ആവേശം കുഞ്ഞിത്തമ്മനായിട്ട് പാടിയില്ലേ? ആവേശം പണ്ടല്ലോ, ഇപ്പോൾ വയസ്സല്ലോ. കുഞ്ഞിത്തമ്മ മുമ്പേ പാടിയത്. ഇന്നിപ്പം അരിയലിപ്പൂണ്ട് എത്രയാ? പുല്ല് കൊണ്ട് തന്നെയാണ് അവര്. അപ്പൊ മഴക്കാടിയിലാണെങ്കിലേ പിന്നെ അയ്യന്തോറും പിന്നെയും പിന്നെയും വരുന്നു. നല്ല ഈറും വെച്ചുള്ള വെള്ളം വെച്ച് വളർന്ന പുല്ലല്ലേ ഇത്? സാധാരണ ഇതിപ്പോ ജ്യോതിയുടെ പുല്ലുണ്ട്, ആതിരേന്റെ പുല്ലുണ്ട്, കാർത്തികേന്റെ പുല്ലുണ്ട്. നല്ല മണ്ണുമില്ല പുല്ലോ. ടൈഗർ എന്ന് പറയുന്ന പുല്ലിന്റെ വണ്ണം കണ്ടിട്ട് അല്ല, നിങ്ങളെ അടി ഭയങ്കരതോട് നിങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല പുല്ലാന്ന് പറഞ്ഞാൽ പറയുന്നത്. അത് പഴയ പ്രതാപകാലം ഇപ്പൊ മാറി. ഇപ്പൊ പിള്ളേർക്ക് പണ്ടത്തെ പോലെയല്ല. പിന്നെ വീടാനും വീട് പോരാനും മുമ്പിലും വീട് പോകണം. അടിച്ചു കഴിയുമ്പോ പണ്ട് രണ്ട് സൈഡില് വീടുണ്ട്, വീടിനാറ് ടോപ്പ്. ഇപ്പൊ മുമ്പിലും വീട് പോകണം. അങ്ങനെയാണ് അവര് പറഞ്ഞത്. അത് മാത്രമല്ല മടങ്ങുമ്പോൾ അതുമല്ല, നിങ്ങൾ അടിയത്ര പോരാ. നിങ്ങൾ മുമ്പേ ഒക്കെ അടിച്ചു വെച്ചിട്ടില്ലേ ഗ്ലോസ്? ഞാൻ അതുകൊണ്ട് റേഷൻ പടി പോയില്ലേ. ഇതിന് സംഭവിച്ചിട്ട് അരിയെടുത്ത് തലമല വെക്കുമ്പോ ബ്ലൗസ് അങ്ങ് പൊട്ടി, സാധനം അങ്ങ് പുറത്തേക്ക് വന്നു. അതോടെ വേഷം മാത്രം സാധനം ഇങ്ങനെ നിൽക്കുന്നു. അതാണ് പിള്ളേർ നിങ്ങളോട് അടിക്കാൻ തരാം. പിന്നെ എങ്ങനെ ഫാഷനെ പോയിട്ടും ചെയ്തു. പിള്ളേർക്ക് ഇപ്പൊ എല്ലാം കൈ ചെറുക്കിച്ചെറുക്കി ഇവിടെ എത്തി, മറ്റേ ചെറുക്കിച്ചെറുക്കി ഇവിടെ എത്തി. പിള്ളേർക്ക് ഇപ്പൊ അങ്ങനത്തെ ഈ തമ്പായി പറഞ്ഞ് ഞാൻ വിശ്വസിക്കൂല. റേഷൻ ബാപ്പുനി കൊണ്ടൂല. ഇത് ഷുഗറില്ല വേണ്ട. ഷുഗറല്ല, റേഷൻ ബാപ്പുന്റെ മോനാണെങ്കിൽ ഞാൻ സമ്മതിക്കും. അത് മാത്രമല്ല, ഇവിടെ അടവെടുക്കാൻ പോകുമ്പോ നിങ്ങൾ കേൾക്കണം. ഇവിടെ അടവെടുക്കാൻ പോകുമ്പോ എങ്ങനെയാ ഉണ്ടായി? അതുപോലെ പുല്ല് ഇവിടെ പുരോഗമനത്തിൽ വരുന്ന ഇവിടെ എന്നോട് പറഞ്ഞില്ല. പണ്ടത്തെ അളവിൽ ഞാൻ കൊടുത്തിനി. അളവ് കൃത്യമായിട്ട് എന്റെ പുള്ളിയുടെ നീണ്ട കണ്ടോ വണ്ണമൊക്കെ കാര്യമില്ല. ഇത് നല്ല പുല്ലാണ്. കാര്യമില്ല. രമണോട് ചോദിക്ക്, എവിടെ പുല്ല് പോരാ. രമണനോട് ചോദിക്ക്. ജേഴ്സി, മേഴ്സി, പിന്നെ ബീഭാഗത്ത് നിന്ന് ഒരു 5-6 പശുവുണ്ട്. ഏഴോടത്തെ പുല്ല് കൊണ്ടതിന് സ്പെഷ്യലായിട്ട് വളർത്തുന്നുണ്ടാവും. ഇതേതാ മാപ്പിളേനെ പുല്ലാന്ന് തോന്നുന്നു. ആണ് ഞാൻ എടുത്തിന്. കാര്യമില്ലല്ല, ബണുവില്ലല്ല, ബണുവില്ല. ഓരോ പുറത്താട് പോയി നിൽക്കുന്ന എന്ത് വളരൂല. ആ പുല്ല് തകച്ചിട്ടില്ല. പിന്നെ വീട്ടിൽ കൊണ്ട് കൊടുത്തോക്കാം പുല്ല്. അയാൾ എടുക്കൂല. അയാൾ വയറ്റിന്റെ പുല്ല് നമുക്ക് പറഞ്ഞു നോക്കാലോ. ചെറിയ കാലം പുല്ല് നയക്കില്ല, വയറ്റിന്റെ പുല്ല് അവർക്ക് സമ്പാട്ടിനെ വാങ്ങിയിട്ട് അങ്ങനത്തെ പുല്ലിന്റെ കാലം എടുക്കും. അവിടെ ഞാൻ അയച്ചു കൊടുക്കും. സംഭവം ഒരു മാധവി, മൂദേവി, ബീബാത്തു, മറിയമ്മ സ്ഥലത്തും ഞാൻ കൊടുക്കുന്നു. പ്രായത്തിലേക്ക് പഠിക്കാൻ വേണ്ടി താല്പര്യം കൂടുതൽ. വയസ്സ് 80 ആയിട്ടാ എങ്കിലും 80,000 വരെ അടിച്ചു കൊടുക്കും. അതാണ് പുള്ളി ചാടി ചാടി മറ്റേ രാജവട്ടത്തൊക്കെ ചാടി കൊടുക്കുന്നത്. രാജീവന്റെ മാറി
ചെറുപ്പക്കാരൻ അത് മാത്രമല്ല ഒരു പുതിയ ഫാഷൻ ഉണ്ട് എന്തെങ്കിലും മണങ്ങുമ്പോ കുട്ടി കാണണം നമുക്കറിയില്ല നമ്മ ഈ എന്താ പറയാ മരിക്കുന്നവരെ മണിക്കാനും മുണ്ടി കാണുന്നുണ്ട് അതവിടെ പറയണം നീ മുണ്ടി കാണിക്ക് എന്നാ ഞാൻ കാണാം നിങ്ങൾക്ക് ഈ തൊണ്ടികളൊക്കെ അടിച്ചോളാൻ പറ്റും വയറ്റിന്റെ അധികം ചീത്ത പറയില്ല ചീത്ത പറയില്ല ഇതുപോലെ എന്താ പറയുക പുറത്തുനിന്ന് വരുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നമുക്കത് പറിച്ച ലോൺ പറഞ്ഞു ഇപ്പൊ റേഷൻ പാസ് അത് ഞാൻ വിശ്വസിക്കൂല റേഷൻ പാസിന്റെ മോൻ എടുത്തിട്ട് കാർ എടുക്കുന്നത് ഓനാണെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ പക്ഷെ ഇന്ന് വിശ്വസിക്കൂല അത് മാത്രമല്ല അളവെടുക്കാൻ പോകുമ്പോൾ ഓളത് പറഞ്ഞിട്ടുമില്ല ഓട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അളവിലെടുത്തോ എന്നാ പറഞ്ഞു അപ്പൊ സാമ്പത്തിക മാന്ദ്യവാ എന്നാണ് വാദിയാ വന്നിട്ട് മുഴുവൻ എടിപടിന്ന് വന്നു കഴിഞ്ഞിട്ട് സമ്പാദിക്കല്ല അളവിൽ ഞാൻ അടിച്ചു കൊടുത്തു വന്നു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടോട് റേഷൻ മേടിക്കാൻ പോയി ദാരിദ്ര്യരേഖ നഷ്ടദാരിദ്ര്യം മേടിക്കാൻ പോയി ആ സമയത്ത് റേഷൻ പാസ് കണ്ടു എന്ന് അവള് പറയുന്നു നിങ്ങൾക്ക് അടിക്കാൻ പോയിക്കൂടെ നിങ്ങൾ നല്ല തടിയാ ഇപ്പൊ നല്ല പവർ നിങ്ങൾ അടിക്കും നൂല് കണ്ടുവാ ഒരു ഗ്രാനടിപ്പിച്ച് നോക്കി നൂല് മാറും നമ്മായിട്ട് ഭാസ്കരൊക്കെ അടിച്ച പോലെ ഉണ്ടാവില്ലേ ഇപ്പൊ മാറിയിപ്പം മണക്കാടി ഇതൊക്കെ ശേഷി പോരാ ആള് പറഞ്ഞില്ല എല്ലാം ഞാൻ ചെയ്യുന്നത് ആള് വന്നപ്പോ ഞാൻ അടിച്ചു തരുന്നല്ലേ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഒന്ന് കൂട്ടി പഴയ കളിക്കാന്ന് പവർ പോരാന്ന് പറയും പഴയ പറഞ്ഞിട്ട് പോയിക്കോ ആ മൂത്ത വേദിക്ക് ആദ്യം പറഞ്ഞാൽ ലയിക്കും പിന്നെ കുളിക്കും പിന്നെ ചവർക്കും പിന്നെ പാറാട്ടനെ വിനിമയിച്ച് നിങ്ങൾ പുത്താണെന്ന് പോകേണ്ട ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞില്ല ആദ്യമേ പാലാട്ടന്റെ വലിയ അത്ര പോരാ പാലാട്ടിന്റെ കാര്യം ഞാൻ തന്നെ അയക്കണം ഞാൻ തന്നെ ഇടിയണം കുത്താനേ അയാളെ കൊണ്ട് കഴിയില്ലു പക്ഷെ പ്രഭാരാട്ടന്റെ അങ്ങനല്ല പ്രഭാരേട്ടനെ വലുതാണ് പ്രഭാരേട്ടന് കാണുമ്പോൾ തന്നെ പ്രഭാരേട്ടൻ കാണുമ്പോൾ തന്നെ അയക്കുകയും ചെയ്യും ഇടുകയും ചെയ്യും കുത്തുകയും ചെയ്യും നീ അവിടെ പാലാട്ടേക്ക് പോകണം ഞാൻ എന്നോട് പോകുന്നുണ്ടല്ലോ വൃത്തിയായിട്ട് ഇതുവരെ എന്നോട് ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലല്ലോ രാവിലെ നീ പോ നീ വൈകുന്നേരം കൊണ്ടുപോയിട്ട് വീണാവൂലേ നെല്ല് നേരത്തെ കണ്ടാൽ മതിയല്ല മിഷനിലിട്ട് കഴിഞ്ഞ് അവസാനം ഒരു പള്ള മുക്കി ഒരു തിരുമ്പെല്ലാം കൊടുത്തിട്ടേ വിടൂലൂ കടയില്ല നെല്ല് കുത്തുന്നത് അതുപോലെ കൊടുക്കൂലാവരാണ് നല്ല പണിക്കാർക്ക് വയസ്സായാലും പണിക്കാരൻ തന്നെയാണ് അതാ പറയുന്നത് തമ്പായി ഇത് എല്ലായിട്ട് കുറെ ഉണ്ട് എല്ലാ പഴയ പണിക്കാര് അവർക്കെല്ലാം കൃത്യമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അവരെ ഭർത്താക്കന്മാരെ എന്തൊക്കെയോ വരുന്നുള്ളൂ പുതുതായിട്ടൊരു കസ്റ്റമർ കൂടി കണക്ക് വന്നിട്ടുണ്ട് മണ്ണൊക്കെ ചേച്ചി അത് ഒഴിവാക്കാൻ കഴിയില്ല വെച്ചാൽ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് മണ്ണൊക്കെ ചേച്ചി കാര്യം ചെയ്യാം ഒറ്റമണിയുടെ അവിടെ ബ്ലൗസിന്റെ അളവെടുക്കാൻ പോകണം ഞാൻ പോവാം നിങ്ങൾ ഇനി നെല്ല് കുത്തിയോ കുത്താണ്ടിയോ നമുക്ക് പോവാം